ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യരും ഇത് കേൾക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹു പറയും, സർവ്വ മനുഷ്യരും സർവ്വ ജിന്നുകളും സമ്മേളിക്കുന്ന മഹ്ശറയിലെ വിചാരണ നാളിൽ അള്ളാഹു പറയും, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, അലം യഅതികും റുസുലും മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെ അയച്ചില്ലയോ? യഖുസ്സുന അലൈക്കും ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയും വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും, അതായത് പരലോക വിചാരണയെ നിങ്ങൾക്ക് താക്കീത് നൽകുകയും, നിങ്ങൾ ഇങ്ങനൊരു ദിവസം വരും, നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് താക്കീത് നൽകിക്കൊണ്ട് പ്രവാചകന്മാർ എൻ്റെ സന്ദേശവും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായില്ലേ? അന്ന് മനുഷ്യർ പറയും, ഖാലു ഷഹിദ്നാ അലാ അൻഫുസിനാ, ഞങ്ങൾക്കെതിരായി തന്നെ ഇതാ സാക്ഷ്യം വഹിക്കുന്ന ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങളെ പുനഃസൃഷ്ടിക്കും, ഞങ്ങളെ വിചാരണ ചെയ്യുമെന്ന് സർവ്വ മനുഷ്യർക്കും ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്കും അറിയാം. അപ്പോൾ അള്ളാഹു പറയും, വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ഐഹിക ജീവിതം ഈ ഭൂമിയിൽ തന്നെയാണ് ശാശ്വതമായ ജീവിതം എന്ന് വിചാരിച്ചു. ആ ഭൂമിയിൽ ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മുഴുകിപ്പോകുന്നവരെ ഒന്ന് ആലോചിക്കുക. ഉശ്ഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് സ്വദേഹങ്ങൾക്കെതിരായി തന്നെ അവർ സാക്ഷ്യം വഹിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഖുർആൻ എന്തു പറയുന്നു? അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി എന്തു പറയുന്നു? അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ പരലോകത്ത് അല്ലാഹു നീതിമാനാണ്. നമ്മൾക്ക് സൽക്കാരമായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാം, അല്ലെങ്കിലോ നരകത്തിലായിരിക്കും.